സാറേ, വിജയിയുടെ ഓരോ വാക്കിനും നിറഞ്ഞ കയ്യടിയായിരുന്നു. ആ നിറഞ്ഞ കയ്യടി എന്ന് പറയുമ്പോൾ വിജയ് തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പുറത്തിറക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിനി ഈ ഫാൻസുകാരാണല്ലോ കൂടുതലും അദ്ദേഹത്തിൻ്റെ, നമ്മളിനി തമിഴ്നാടിന് വേണ്ടി, രാഷ്ട്രീയപരമായി തമിഴ്നാടിന് വേണ്ടി പ്രവർത്തിക്കണം, അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. പിന്നുള്ളത്, ഇതൊരു രാഷ്ട്രീയ കൊടിയല്ല, വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയുള്ള കൊടിയാണ്. അതൊക്കെ കണ്ടെന്നെ അറിയണം. ഇതിന് വലിയ ഡയലോഗ് കൊണ്ടടിച്ചത് MGR നിറഞ്ഞു തന്നില്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി അണ്ണതുര് എന്തെല്ലാം മനുഷ്യനായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി സംഭവമാണ്. രണ്ടാമത് MGR ഉണ്ടാക്കിയത്. എന്നിട്ട് അപ്പം വിജയുടെ കൊടി പാറുവോ തമിഴ്നാട്ടിൽ? വിജയുടെ കൊടി പാറാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അത് കുറച്ച് അറിയുമ്പോൾ അത് ഒരു കണക്ക് തമിഴ്നാട് നല്ലതാണ്. കാരണം ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഇപ്പം DMK ആണെങ്കിൽ കരുണാനിധിയുടെ ആദ്യത്തെ രണ്ട് കാലഘട്ടം, അത് രണ്ട് ഭരണ കാലഘട്ടം, അതുപോലെ തന്നെ ഇയാളുടെ MGRൻ്റെ കാലഘട്ടം അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പുതിയ പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം ഗുണം ചെയ്തു. അത് പിന്നെ അഴിമതിയൊക്കെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പല അഴിമതി കാണിച്ചിട്ടുണ്ട്. അത് SSS പാണ്ഡ്യൻ്റെ പുസ്തകമുണ്ട്, ഇമേജ് ട്രാപ്പ്, അതിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും തമിഴ്നാടിന് ഗുണം ചെയ്തൊരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് ജയലളിതയുടെ ആദ്യ കാലം എന്ന് വെച്ചാൽ ഭയങ്കര ഉടായ്പിൻ്റെ കാലഘട്ടമായിരുന്നു, അഴിമതി കണ്ടുപിടിച്ച കാലഘട്ടം ആദ്യ. പക്ഷേ ആയമ്മയുടെ അവസാന 2 ടേംസ് ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ദ്രാവിഡ പാർട്ടികളിലെ ഒന്നാമത്തെ പാർട്ടിയായ DMK ഇന്ത്യയിലെ നമ്പർ 1 അഴിമതി പാർട്ടിയായി 2G 3G സകലകുമാരാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ആ 2 പാർട്ടികൾ അവരുടെ സാച്ചുറേഷൻ പോയിന്റിലെത്തി. അവിടെ ദേശീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് ആയിരുന്നു. അത് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടായി പോയതോടുകൂടി കോൺഗ്രസ് അവിടെ ഇല്ലാതെ ആ സ്ഥലത്തേക്ക് ഇപ്പം BJP കയറി വരികയാണ്. അപ്പോൾ ദേശീയ പാർട്ടി അവിടെ ഒരു 3ാമത്തെ സ്ലോട്ട് ഉണ്ടായിരുന്നു. ആ 3ാമത്തെ സ്ലോട്ടിലാണ് ഇപ്പോൾ BJP നിൽക്കുന്നത്. കോൺഗ്രസിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ BJP നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെ സ്ലോട്ടിലുണ്ടായ പാർട്ടികൾ ഒരേപോലെ ഇപ്പോൾ അപജയം നേരിടുകയാണ്. ആ ഒരേപോലെ അപജയം നേരിടുന്ന ഈ പാർട്ടികളുടെ വോട്ട് ബാങ്കാണ് സത്യത്തിൽ വിജയ് ആകർഷിക്കാൻ പോകുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും വിജയിൻ്റെ ഒരു 2 ടൈമെങ്കിലും വിജയ് ഫ്രഷ് ആയിരിക്കും. അത് കഴിഞ്ഞ് അഴിമതിക്കാർ വരുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ വിജയ്ക്ക് നല്ല അധികം വയസ്സായിട്ടില്ല, 50 വയസ്സല്ലേ ഉള്ളൂ. വിജയുടെ മുന്നിൽ ഒരുപാട് കാലഘട്ടം ഉണ്ട്. 2 വിജയുടെ അച്ഛൻ്റെ ഒരു, അതായത് ഇവർ മറ്റാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി വിജയനുണ്ട്. വിജയുടെ അച്ഛനൊരു കുറച്ചൊരു ക്രാക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു ഭ്രാന്തനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും. പിന്നെ പൈസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അവിടെ ഒരു ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, അതൊരു ആൻറ്റി നാഷണൽ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പം പുതിയ ജനറേഷൻ തമിഴന്മാരെ വലിയൊരു ഘട്ടം വരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ ആകർഷിക്കാൻ വിജയിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്കിപ്പം തോന്നിയതല്ല, എനിക്കത് മുമ്പേ അവിടെ 10 വർഷം മുമ്പേ എനിക്ക് ആ ഫീലുണ്ട്. കാരണം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള DMK-കാരായിട്ട് BJP-കാരുണ്ടല്ലോ, അവർക്ക് അതിനോട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ്രവീഡിയൻ മൂവ്മെൻറ്റ് ആയിട്ടുണ്ടാവും. അവരൊരു നിയോ ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, അതിൻ്റെ നേതാവായി ആര് വരും എന്നുള്ളതായിരുന്നു. അപ്പം നമ്മളന്ന് കൈരളി ചാനലൊക്കെ ഡിസ്കഷന് തോന്നില്ല, അത് വിജയ്, അജിത്ത് അങ്ങനെയുള്ള പയ്യന്മാരാരെങ്കിലും, അതല്ലെങ്കിൽ JNU എന്നോ മറ്റോ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു പയ്യൻ വരും. ഈ ജല്ലിക്കെട്ട് മൂവ്മെൻറ്റ് പോലെയുള്ള ഒരു മൂവ്മെൻറ്റിലൂടെ ശ്രദ്ധേയനായി വരും. തമിഴ് രാഷ്ട്രീയത്തിൽ ഏതായാലും വലിയ മാറ്റം വരും. സൗത്ത് ഇന്ത്യയിൽ ആദ്യം വലിയ മാറ്റം വരാമെന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ അന്നേ പറഞ്ഞിരുന്നു. അത് നമുക്ക് സർട്ടേനായിരുന്നു. കാരണം നമുക്കറിയാമത് പുതിയ ആളുകളുടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അവരാരും ഈ പ്രസ്ഥാനങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. ഇപ്പോൾ എസ്പെഷ്യലി സംഭവിച്ചതെന്ന് വെച്ചാൽ ജയലളിത മരണത്തോടു കൂടി ആമേനെ കൊന്നവർ തന്നെയാണ് ആ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ഇപ്പോൾ ഉള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ കാര്യം കിട്ടാൻ വേണ്ടി ലോക്കൽ ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയെന്നുള്ളൂ. അത് നാളെ വേറൊരു പാർട്ടി, വിശ്വസനീയമായ ഒരു പാർട്ടി വരുമ്പോൾ അങ്ങോട്ട് മാറും. അപ്പോൾ നമുക്കറിയാം MGR മരിച്ച ഉടനെ ആ തരംഗം ഉണ്ടായപ്പോഴാണ് നടന്ന ഇലക്ഷനിൽ ഈ പറയുന്നതിൻ്റെ ഒരു ഫ്രാക്ചേർഡ് ഇതായിരുന്നു വന്നത്. ഈ നമ്മുടെ ജാനകിയമ്മ വന്നു. പിന്നെ നമ്മൾ കാണുന്നത് ശക്തമായ തിരിച്ചുവരവാണ് കരുണാനിധിയുടെ, അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. അപ്പോൾ പക്ഷേ പിന്നെ ജയലളിത ADMKയുടെ ലീഡർഷിപ്പ് എടുത്തോട് കൂടിയിട്ട്
ഭയങ്കര മാറ്റമാണ് വന്നത്. പിന്നെ ആ വേവ് മൊത്തം ജയലളിതയ്ക്ക് അനുകൂലമായിട്ട് വന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പം ഈ ദ്രവീഡിയൻ മൂവ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ പാർട്ടിയായ DMKയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കരുണാനിധി അഴിമതിക്കാരനാണെങ്കിൽ പോലും ഒരു പരിധിവരെ ആളുകൾ അംഗീകരിക്കുകയായിരുന്നു. അയാൾ ആ മൂവ്മെൻറ്റ് നേരിട്ട് വന്ന ആളായതുകൊണ്ട്. അയാൾ കഴിഞ്ഞിട്ട് അയാളെ മകന് അധികാരം കൊടുത്തത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് മകൻ്റെ മകനിലേക്ക് വരുന്ന രാജഭരണം, ഉദയനിധി സ്റ്റാലിൻ. അതാണ് പ്രശ്നം. ഒന്ന്. രണ്ട്, അവിടെ നടക്കുന്നത് ഇപ്പോൾ അവർ പറയും കേരളത്തിലാണ് ജാതിയില്ല, കേരളത്തിലെ ആളുകൾ നായന്മാരെന്ന് മേനോന്മാരെന്നൊക്കെ പേരിടും. അവരെ അങ്ങനെ പേരൊന്നും ഇടില്ല എന്ന് പറയും. പക്ഷെ അവരെ ഉള്ളിലായ ജാതിയുള്ളൂ, കേരളത്തിൽ പുറത്തേ ജാതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ ഇന്റർകാസ്റ്റ് മാരേജസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് 2% ആണ് NSS ആണ് പരിധി കൊടുക്കുന്നത്. അവരത് ഇത് കാണിക്കാറില്ല. അവിടെ അതല്ല. അവിടെ ചോരപ്പോയോ ഇന്നത്തെ മറ്റേ സിനിമയിൽ പറഞ്ഞു ഇന്നലെ ഒരുത്തൻ്റെ ഒരു ഉയർന്ന ജാതിപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചതിൻ്റെ പുറത്ത് അവൻ്റെ അമ്മയെ റേപ്പ് ചെയ്തു. ഇന്നലെ ഞാൻ കണ്ടിട്ട് ഉള്ളിൽ അതിശക്തമായ ജാതിയുള്ള സ്ഥലമാണ് അവിടെ. അവിടെ ഈ ദ്രവീഡിയൻ പാർട്ടികൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഈ പറയുന്ന ലോക്കലായിട്ടുള്ള എലീറ്റ് ഉണ്ട്, തേവർമാർ, കൗണ്ടർമാർ, ഇവരെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ കോൺഗ്രസ് അധികവും അയ്യങ്കാൾമാരൊക്കെ ആയിരുന്നു കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പം BJPയുടെ കൂടെയാണ്. പിന്നെ അവിടെ ആദി ദ്രാവിഡ എന്ന് പറയുന്ന ദളിതരുണ്ട്. അവരാണ് ഏറ്റവും വലിയ പീഡനത്തിന് ഈ പീഡിപ്പിക്കുന്നത് മൊത്തം ആരാണ്? ഈ പറഞ്ഞ ലോക്കലായിട്ടുള്ള കൗണ്ടർമാരും തേവന്മാരും ദ്രവീഡിയൻ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. ഇതവിടെ ഇന്റേണൽ ആയിട്ടുള്ളൊരു കോൺട്രഡിക്ഷനാണ്. അവിടെയാണ് ആളുകൾ അവിടെ. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ഈ വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഇപ്പോഴത്തെ അവിടെ ജാതി, അവിടുത്തെ ലോക്കൽ ജാതി മേലാളന്മാർ, വെറുതെ ബ്രാഹ്മിൺസ് ഒന്നല്ല. ബ്രാഹ്മിൺസ് അവിടെ ഹിന്ദു പത്രമൊക്കെ നടത്തി ഭയങ്കര സെക്കുലറായി നിൽക്കുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? DVS ബൈക്കൊക്കെ ഇറക്കി അങ്ങനെ നടക്കുന്ന ആളുകൾ വേറൊരു ലോകമാണ്. അപ്പോൾ ഇവന്മാര് ഈ പറയുന്ന മകൻ്റെ മകനിലെ കരുണാനിധി അധികാരം പാസ് ചെയ്യുമ്പോൾ അതവിടെ എല്ലാവരും എടുക്കണമെന്നില്ല. ഈ ചെറുക്കൻ എന്താ പ്രത്യേകിച്ച് ഗുണം? ശാലിൻ കുറേ കാലം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ ഇടയ്ക്കിടയ്ക്ക് ശാലിൻ കുറച്ചുകൂടി ജെന്യുയിനാന്ന് പറയും. ഇവനതായിരുന്നില്ല. ഇവൻ അങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ശാലിനെ പോലെ. മാത്രമല്ല സ്റ്റാലിന് പെട്ടെന്ന് തിടുക്കം കൂടിപ്പോയി. സ്റ്റാലിൻ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവിക ആളുകൾക്ക് സ്റ്റാലിന് 70 വയസ്സ്. 70 വയസ്സാണ്. കാണാൻ വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും അടുത്ത കാലത്തല്ല. കരുണാനിധി എത്ര കാലം നിന്നു? 40 വർഷം നിന്നു. ഇദ്ദേഹം എനിക്ക് 65-ാമത്തെ വയസ്സിൽ മറ്റാണ് മുഖ്യമന്ത്രി ആകുന്നത്. കരുണാനിധി 40 വർഷം നിന്നു. ഇയാൾ അതിൽ 5 വർഷം ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നം വെച്ചാൽ ഒരു ജനറേഷൻ 2 ജനറേഷൻ അതിനിടയ്ക്ക് മാറി. അവരെ സംബന്ധിച്ചിടത്തോളം മകനിലേക്ക് അധികാരം പോകുന്നു അങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഘട്ടത്തിലാണ് വിജയ് വരുന്നത്. അപ്പോൾ വിജയ് വരുമ്പം സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരുടെയും വോട്ട് അയാൾ മാറും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ വിജയിയുടെ ഈ പ്ലേസ്മെന്റ് എന്ന് കറക്റ്റ് സമയത്താണോ? കറക്റ്റ് സമയത്താണ് വിജയ് ഈ സുരേഷ് ഗോപിനെ കൊണ്ട് പറഞ്ഞതിൻ്റെ അപ്പോൾ രണ്ടുപേരും കൃത്യമായി. പിന്നെ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് ചെയ്താണ്. വിജയുടെ അച്ഛൻ്റെ കയ്യിലാണ് റിമോട്ട്. കൃത്യമായി പ്ലേസ് ചെയ്യായിരുന്നു. ഓരോരോ ഘട്ടവും കൃത്യമായി പ്ലേസ് ചെയ്യായിരുന്നു. അത് സോഫ വളരെ സക്സസ്ഫുള്ളാണ് ഇതുവരെ. ഇനിയും സക്സസ്ഫുൾ ആവാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഈ പറയുന്നതിൻ്റെ ഈ വോട്ട് കൊണ്ടുവരുന്ന ലോബികളുണ്ട്. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റുകൾ, മുസ്ലിം മറ്റേ ജിഹാദിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഇങ്ങനെയുള്ള ലോബികളുണ്ട് വോട്ട് കൊണ്ടുവരുന്നത്. ഇവർ വിജയനെ സപ്പോർട്ട്, ഇപ്പം മറ്റ് സഖ്യത്തിലാണെങ്കിൽ പോലും ഇവർ വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരും BJPക്കെതിരെ. അതിൽ ഓൾറെഡി ഇവാഞ്ചലിക്കൽസിൻ്റെ ജിഹാദിസ്റ്റുകളുടെ സപ്പോർട്ട് വിജയ്ക്കുണ്ട്. അത് വിജയിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ബിക്കോസ് വിജയ് ഈസ് അഗെയിൻസ്റ്റ് BJP എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ DMK ചിലപ്പം BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കേണ്ട അവസ്ഥ വരും. കാരണം ഒന്നാമത് ഇയാൾ കയറി കഴിയുമ്പോൾ 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം വരുമ്പോൾ BJPൻ്റെ വോട്ട് ഏതായാലും വിജയ്ക്ക് പോകത്തില്ല. അപ്പം BJP എണ്ണാമലയ്ക്ക് ഇങ്ങനെ പോവുകയും സെൻട്രലിൽ ശക്തമായി നിൽക്കുകയും ചെയ്യും. BJP എമേജ് ചെയ്ത് വരും. എമേജ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ BJP ആയിട്ട് സഖ്യം കൂടേണ്ടി വരും. പണ്ടത്തെ പോലെ 1-2 ടൈം BJP ജൂനിയർ പാർട്ട്ണറായിട്ട് ചിലപ്പം നിൽക്കും. അത് കഴിഞ്ഞ് BJPക്ക് ഈ പറയുന്ന മഹാരാഷ്ട്ര ചെയ്ത പോലെ 1ാമത്തെ കക്ഷിയായിട്ട് വരും പ്രതിപക്ഷ സഖ്യത്തിൽ. പിന്നെ അത് അണ്ണാമലയും വിജയും തമ്മിലുള്ള ഫൈറ്റായി മാറാനാണ് സാധ്യത. DMK സംബന്ധിച്ച് BJP സഖ്യത്തിൽ ചേരുക എന്നുള്ളത് പണ്ട് അവർക്ക് കാര്യമൊന്നുമല്ല. അവർ നിലനിൽപ്പല്ലേ പ്രശ്നം. ജയലളിതയുടെ കാലത്ത് കുറച്ചു കാലം വന്നപ്പോൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നു. വിജയ് ദ്രാവിഡ പ്രസ്ഥാനത്തെ വഴിതെറ്റിക്കുന്നു, ആന്റി നാഷണൽ ആവുന്നു. ദേശീയതയും ദ്രാവിഡ പ്രസ്ഥാനം ഒരുമിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി പുരുഷൻ എന്നോട് ക്ഷമിക്കണം എന്നാണ് അമിത്ഷാന്റെ കാലമോ പോയി. നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇതൊരു ദിവസം ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് പകുതി പറഞ്ഞു ശരിയല്ലല്ലോ എന്ന് വന്നേക്കരുത്. ഇത് ഞാൻ ഒരു ഇലക്ഷൻ അല്ല പറയുന്നത്, ഒരു 1-2 ഇലക്ഷൻ 2 ഇലക്ഷൻ വരും ഈ ഒരു പ്രോസസ്സ്. ഈ പറയുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ട് ഇത് വരാൻ
അങ്ങോട്ടാണ് വരാൻ പോകുന്നത്. എനിക്ക് അക്കാര്യത്തിൽ ഏതാണ് ഞാൻ വളരെ മുമ്പ് സെർട്ടൈനാണ് തമിഴ്നാട് അപ്പോൾ ഈ വിജയ് ഉയർത്തിയ കൊടി അതിനകത്ത് 2 ആനയുണ്ട്. അപ്പോൾ ഈ 2 ആനകളാണ്. അപ്പോൾ വിജയിയുടെ കൊടിയും വിജയിയുടെ പാർട്ടി ചിഹ്നം വിളിച്ച് ആന ഒന്ന് DMK ഒന്ന് ADMK 2 ആനകൾ. 2 ആനകൾ. അല്ല വിജയിന്റെ കാര്യം വെച്ചാൽ വിജയ്ക്ക് യൂത്ത് വിജയിന്റെ കൂടെ ഉണ്ടല്ലോ, ബേസ് ഉണ്ട്. ഈ ബേസ് മതി. ഈ തമിഴ്നാട് ഏറ്റവും കൂടുതൽ വെക്കപ്പെട്ട ആളായിരുന്നു ജയലളിത. ആ ജയലളിതയാണ് പിന്നെ ഈ പാർട്ടി റീവാമ്പ് ചെയ്തെടുക്കുന്നത്. അന്ന് ജയലളിത ഏറ്റവും കൂടുതൽ വീരപ്പനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. അയാളൊക്കെ പിന്നെ ജയലളിതനെ സപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വന്നു. അയാളാണ് ഏറ്റവും വലിയ ശത്രു. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. അപ്പം വിജയ്ക്ക് അതിനുള്ള ബേസ് ഉണ്ട്. വിജയനെ സപ്പോർട്ട് 2 ലോബികളെങ്കിലും വിജയിന്റെ പിന്നാലെ ഉണ്ട്. ഒന്ന് ജിഹാദിസ്റ്റ് ലോബി, 2 ഇവാഞ്ചലിക്കൽസ്. ഇവർ 2 പേരും വിജയുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ വിജയെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് ഉണ്ട്, യൂത്തിന്റെ പിന്തുണയുണ്ട്. അപ്പുറത്തെ എതിരാളികൾ വളരെ ദുർബലരാണ് BJP വെച്ചിട്ട്.